ചേച്ചി ചേച്ചി അവിടെ എന്നെ എടുക്കാ? ഞാനിവിടെ ഉണ്ടടി, ഇങ്ങോട്ട് വാ. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് കണ്ടൂടെ ഞാൻ അവിടെ നിൽക്കുന്നത്? എൻ്റെ പഞ്ഞോ കണ്ട്. ആട്ടെ, എന്താ വിശേഷം? എന്താ എന്താ ഉണ്ടല്ലോ? അതോ ചേച്ചിക്ക് ഓർമ്മയുണ്ട? അമ്മ പറഞ്ഞില്ലാണ് ഈ വർഷം ടൂറൊന്നും വിടത്തില്ല, ഇവിടെ തന്നെ ഇരുന്നു, വെക്കേഷന് പോലും ടൂർ കൊണ്ടുപോയില്ലെന്ന്. ആ അമ്മ പറഞ്ഞിരുന്നല്ലോ, എന്ത് വന്നാലും ഇത്തവണ ടൂറിന് വിടില്ലെന്ന്. പിന്നെ എന്താ? ഛേ, അപ്പം സമ്മതിക്കണ്ടായിരുന്നു. അതെന്താടി നീ കാര്യം പറ. അതുണ്ടല്ലോ ചേച്ചി, ഇത്തവണ ടൂറില്ലെന്ന് ഓർത്ത് അങ്ങനെ പറഞ്ഞേ. പക്ഷേ എല്ലാവരും ടൂറിന് പോകുന്നുണ്ട്, എങ്ങനെയെങ്കിലും അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതായിരുന്നു എടി, എൻ്റെ ക്ലാസ്സിൽ നിന്നുണ്ട്, എനിക്കും പോകണമെന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് അമ്മേനെ സൊപ്പിടാം. ആഹാ, ചേച്ചിയുടെ ക്ലാസ്സിൽ നിന്നുണ്ടോ? എങ്ങോട്ടാ? ഊട്ടി ഊട്ടി. ഞങ്ങൾ ഊട്ടി തന്നെ. ആണോ? ആഹാ, എന്നാ ചേച്ചി പോകുന്നേ? 22-ന്. ഞങ്ങൾ വന്നു തന്നെ. അപ്പം മിക്കവാറും ഒരുമിച്ചായിരിക്കും ഈ ട്രിപ്പ്. അടിച്ചു വിളിക്കാം ചേച്ചി, അടിച്ചു വിളിക്കാം. നേരാ, അടിച്ചു വിളിക്കാം. അടി, നമുക്ക് പെർമിഷൻ ചോദിക്കാം. എന്താ മക്കളെ, രണ്ടുപേരും ഉണ്ടല്ലോ, എന്താ? പറയടി. ചേച്ചി പറ, ചേച്ചി പറ, ചേച്ചി പറ. ഇല്ലടി ഇല്ലടി, നീ ആദ്യം പറഞ്ഞാലേ ശരിയാവുള്ളൂ. നീ പറ. ചേച്ചിയല്ലേ മൂത്തത്, ചേച്ചി ആദ്യം പറഞ്ഞാലേ അമ്മ സമ്മതിക്കുള്ളൂ. അല്ല, നീ പറഞ്ഞാലേ അമ്മ കേൾക്കൂ. നിന്നെ അമ്മക്ക് കൂടുതൽ ഇഷ്ടം. അല്ല, ചേച്ചി പറഞ്ഞാലേ അമ്മ കേൾക്കൂ. എന്തേലൊക്കെ തീരുമാനം അമ്മ ചേച്ചിയോട് ചോദിച്ചിട്ട് എടുക്കാറ്. അല്ലടി, ഉറപ്പാണ്. പിന്നെ അതൊക്കെ ചേച്ചി അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ പറയാൻ കേട്ടാൽ മതി. ആഹാ, തലേ കയറുന്നോ? നിനക്ക് ചോദിച്ചെന്താ? ഞാൻ മാത്രമാണോ ഇവിടെ വായുള്ളൂ? അല്ല, ചേച്ചി ചോദിച്ചെന്താ? എപ്പോഴും കാണുമല്ലോ ഓരോരോ സംശയങ്ങളായിട്ട് അമ്മയുടെ അടുത്ത്. ഇത് മാത്രം ചേച്ചി ആദ്യം ചോദിച്ചാൽ എന്താ കുഴപ്പം? നീ ഇപ്പം ഒന്നും ചോദിക്കാത്ത പോലെ നിനക്കും ചോദിക്കാലോ. നിനക്ക് ചോദിക്കാലോന്ന്. പിള്ളേരെ നിർത്തൊന്ന്, രണ്ടും നിർത്തിക്കോ അവിടെ വെച്ച്. എന്തേലും തുടങ്ങിയാൽ പിന്നെ രണ്ടും കൂടി അടിയാ. അപ്പുറം വെക്കണം. സമാധാനം തരില്ല മനുഷ്യന്. ഒരു വടി എടുത്തിട്ട് വരട്ടെ ഞാൻ. അയ്യോ ചേച്ചി ഓടിച്ചോ. ഇതിങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി. ഭാഗ്യത്തിന് അടി കൊണ്ടില്ല. നേരെ ജസ്റ്റ് മിസ്. അന്ന് ചേച്ചിക്ക് ചോദിച്ചാ? ചേച്ചി എപ്പോഴും ചോദിക്കുന്നേ. അത് പിന്നെ നീയും ചോദിക്കണ്ടേ? ഞാൻ മാത്രമല്ലല്ലോ ടൂർ പോകുന്നേ, നീയും പോകുന്നില്ലേ? അപ്പം അടി ഞാൻ മാത്രം കണ്ടാൽ മതിയോ? അപ്പം അതായിരുന്നു അവളുടെ ഉദ്ദേശം അല്ലേ? ചെറുതായിട്ട് എന്നാ ആ ഉദ്ദേശം മനസ്സിൽ വെച്ചാൽ മതിയേ. അത് നടക്കില്ല കേട്ടോ. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ചേച്ചി, നമുക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് ചോദിക്കാം. ശരി. ആഹാ, ദേ അമ്മ ഇങ്ങോട്ട് വരുന്നു. അമ്മേ. എന്താ മക്കളെ, രണ്ടുപേരുടെ അടിപിടിയൊക്കെ കഴിഞ്ഞോ? ആട്ടെ, എന്തായിരുന്നു പ്രശ്നം? എന്താ പറയാൻ വന്നേ? അമ്മേ, അതല്ലോ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോവുക. ഓ, അതിനെന്താ പിള്ളേരെ, അവര് പോയിട്ട് വരട്ടെ. അതല്ല അമ്മേ, പിന്നെ ഏത്? നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ മതി. എന്തിനാ ഈ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നേ? അതല്ല, ഞങ്ങളും കൂടി ടൂർ വെക്കട്ടെ അമ്മേ. അപ്പൊ അതാണ് കാര്യം. അതിനായിരുന്നു ഈ കിടന്ന് ഈ ബഹളമൊക്കെ അല്ലേ? കണ്ടേച്ചി, അമ്മ സമ്മതിക്കണ ലക്ഷണം. നേരെ വെറുതെ നമ്മൾ വഴക്കൂടി. അതെ അമ്മേ, അതിനാ. എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞു ഈ വർഷം ടൂർ വിടത്തില്ലെന്ന്. അമ്മ പറഞ്ഞായിരുന്നു വിടില്ലെന്ന്. എന്നാ കേട്ടോ, അതിലൊരു മാറ്റവും ഇല്ല. ടൂറിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ആരും പോകാന്ന് വിചാരിക്കണ്ട. ഒറ്റ പൈസ ഞാൻ തരൂല. അമ്മേ, ചേച്ചി, അമ്മ നമ്മളെ കൈവിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആടി, ഒരുമിച്ചൊരു ട്രിപ്പ് വന്നതാ, എങ്ങനെ പോകാണ്ടിരിക്കും? എല്ലാവരും ഉണ്ട്. നമുക്ക് ക്ലാസ്സിലെ മിസ്സിനെ കൊണ്ട് പറയിപ്പിച്ചാലോ? അതും പറ്റില്ല, അമ്മ സമ്മതിക്കത്തില്ല. മിസ് പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് വിട്ടില്ലെങ്കിൽ വരണ്ടെന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? ആരോടും പറയാണ്ട് പോകാന്ന് വെച്ചാൽ 1000 രൂപ ഒരാൾക്ക്. അതെ ചേച്ചി, അത് നമ്മൾ എങ്ങനെ ഒപ്പിക്കും? അമ്മയല്ലേ നമുക്ക് തരണ്ടേ? അതെ ചേച്ചി, നമുക്ക് ഇത്തവണ ടൂർ പോകാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. വാസുമോനെ, എന്താ കരഞ്ഞോണ്ട് വരുന്നേ? വാസു, നീ എന്തിനാ കരയുന്നേ? അമ്മൂമ്മയാണത്ര, അമ്മൂമ്മ. വേറെ ആർക്കൊന്നും അമ്മൂമ്മ ഇല്ലാത്ത പോലെ. എന്താടാ പറ്റിയേ? അവരെന്റെ പൊതിരടിച്ചടി. ചിരിക്കുന്ന കള്ളക്കൂട്ടങ്ങളെ. അല്ല, എന്തിനാ അടിച്ചേ? അയ്യോ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യടി. എന്റെ അത് ഓർമ്മിപ്പിച്ചില്ലേ? ഞാനെന്ത് ഇവിടെയാ, എനിക്ക് വീട്ടിൽ പോയ ലക്ഷണമൊന്നുമില്ല. പിന്നെ എന്നെ അടിക്കും. എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എടാ, നീ കാര്യം പറയാം, എന്താണ്ടായേ? അത് ഞാൻ ടൂർ പോകണമെന്നു പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ടൂർ കിട്ടില്ലല്ലേ? ഇവിടെ ഞങ്ങളെ വിട്ടില്ല. വീട്ടിലെന്നല്ല, വിടൂല. അതിനെങ്ങനെയാണെന്ന് കാരണം അതല്ലടി, എന്നോട് പൊക്കോന്ന് പറഞ്ഞു. ഒറ്റ പൈസ അവിടെ എനിക്ക് തരൂലത്ര. 1000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകോ ഇത്തോളത്തെ ഊട്ടി ടൂർ ഇറക്കുമ്പോ? എടാ, ഇവിടെ അത് തന്നെ, ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അയ്യോ, എന്ത് കഷ്ടമാണെന്ന് നോക്കണം. സാരിയുടെ വിഷമിക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം. പറ്റൂല. എനിക്ക് പ്രാവശ്യം തന്നെ പോണം. എനിക്ക് പോയേ പറ്റൂ. അതെന്താ? ഞാൻ അത്ര ആഗ്രഹിച്ചു പോയടി.
കൂട്ടുകാരോടൊക്കെ കൂടി അടിച്ചു പൊളിക്കാതെ. ചേടാ ഇപ്പൊ വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്തേലും വഴി കാണണം, അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ പെരുവഴിയാ, അപ്പഴാ ആ വഴിയെങ്കിൽ ആ വഴി. വാ അമ്മയുടെ അടുത്ത് പോവാ, ഒന്നുകൂടി ചോദിച്ചു നോക്കാം. എന്റെ കൊഞ്ഞോ, അടി വാങ്ങാൻ ഞാനില്ല, ഞാൻ പോവാ. എടി നിന്റെ ചേച്ചി മുങ്ങിയല്ലോടി. അവള് പണ്ടേ എങ്ങനെയാടാ, ഞാനിപ്പോ വരാവേ. നീയും പോവാണോടി കള്ളി? അല്ലടാ, വാ നമുക്ക് ഒരുമിച്ച് വാ. എന്തേലും ഐഡിയ കിട്ടിയോ? ഇല്ല ചേച്ചി, ആലോചിക്കുക. പെട്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയാ 3 പേരെ 3 മൂലയിൽ വെച്ചത്. ആലോചിക്കടി അങ്ങോട്ട്. നിനക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ, പിന്നെ ആര് പറഞ്ഞു ഈ വാസുവിന് ഐഡിയ ഒന്നും കിട്ടിയില്ലെന്ന്? അതൊക്കെ എപ്പോഴേ കിട്ടി. എന്താടാ ഐഡിയ? എന്നോട് പറ. അയ്യടാ രഹസ്യമൊന്നും വേണ്ട, നീ പറ, ഐഡിയ പറ, കേക്കട്ടെ. സ്വല്പം നുണ പിടിച്ച പരിപാടിയാണ്. അതൊന്നും സാരമില്ലടാ, എത്ര നുണ വേണമെങ്കിലും പറയാം. ആ നണച്ചു പാറ്. നല്ല പേര് ചേച്ചി. വേണ്ടട്ടാ. അയ്യോ ഇല്ല, നീ പറ. അതെ, നമ്മൾ ഊട്ടിക്കല്ലേ ടൂറ് പോകുന്നേ? അതെ. അപ്പോ ഇത് വിനോദയാത്രയല്ല, മറിച്ച് പഠനയാത്രയാക്കണം. അത് ശരി, അവിടെ എന്താ പഠിക്കാനുള്ളത്? ആധുനിക രീതിയിൽ എങ്ങനെ തേയിലെന്നുള്ള, അതാണ് നമ്മുടെ പഠന ടോപ്പിക്. പിന്നല്ല, കുറച്ച് വാർത്ത കേട്ടുകളെ. അമ്മേ, എന്താ മക്കളെ കാര്യം? ആന്റി, ടൂറിന്റെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. വിടൂലെന്നുള്ള കാര്യം അറിഞ്ഞില്ലേ? അതും അറിഞ്ഞു. ആന്റിക്കൊരു കാര്യം അറിയോ? അമ്മ, ഇത് വെറും ടൂറല്ല, പിന്നെ ഇത് സ്റ്റഡി ടൂറാമേ. ഓഹോ, ഊട്ടിക്കോ? അതെ ആന്റി, തേയിലകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് തോന്നെ. മോനെ വാസു, ഈ ആന്റി കുറച്ചോണം കൂടുതലുണ്ടതാട്ടോ. വെള്ളച്ചിലടക്കല്ലേ, വിട്ടോ. ആന്റിക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ. ഞാൻ ഈ വാർത്തയൊന്ന് കേൾക്കട്ടെ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്ത: KP ബാങ്ക് കൊള്ളയടിച്ചു, കൊള്ളക്കാര് മുങ്ങി. പിടികിട്ടാപ്പുള്ളികളെ പിടിച്ചു കൊടുക്കുന്നതിന് 25,000 രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചു. 25,000 രൂപയോ? എന്തേ, നിങ്ങൾ പിടിക്കാൻ പോകുന്നുണ്ടോ? എനിക്കും പിടികിട്ടി. വാസു